ഹായ്, വെൽക്കം ബാക്ക് ടു ശിവദീക്ഷ. ഒരുപാട് വലിച്ചു നീട്ടി ഓവറാക്കി ചളമാക്കാതെ നേരിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫുൾ സർക്കുലർ സ്കേർട്ടിൻ്റെ കട്ടിംഗ് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു. ഇന്ന് നമുക്കതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നോക്കാം. ആദ്യം തന്നെ കട്ടിങ്ങിന് ശേഷം നമുക്ക് ഒരു ഫുൾ സർക്കുലറായ റൗണ്ടാണ് കിട്ടിയത്. അതിനെ ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്തിരുന്നു. ആ കട്ട് ചെയ്ത ഭാഗം 2 മടക്കാക്കി തയ്ച്ചെടുക്കണം. 2 മടക്ക് മടക്കിയിട്ട് നമുക്കത് തയ്ച്ചെടുക്കണം. മെറ്റീരിയലിലും അതുപോലെ തന്നെ ലൈനിങ്ങിലും ഒരേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമുക്കിവിടെ ലൈറ്റിൻ്റെ ചെറിയ ഒരു പ്രോബ്ലം ഉണ്ടായി, അതൊന്ന് ക്ഷമിക്കണം. നമ്മൾ നല്ല മഴ ഉള്ള സമയത്തായിരുന്നു തയ്ക്കുന്നത്. അതുപോലെ തന്നെ മെഷീൻ്റെ ലൈറ്റും കുറച്ച് പ്രശ്നമായിരുന്നു. ഷൂട്ടൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് അത് കാണുന്നത്. അപ്പോൾ വീണ്ടും സ്റ്റിച്ചിങ്ങിലേക്ക് വന്ന സൈഡെല്ലാം മടക്കി തയ്ച്ചതിന് ശേഷം നമ്മൾ നല്ല മെറ്റീരിയലിലും ലൈനിങ്ങിലും കൂടി കൂട്ടി യോജിപ്പിക്കും. അത് നമ്മുടെ ലൈനിങ്ങിൻ്റെ നല്ല സൈഡിലേക്ക് മെറ്റീരിയലിൻ്റെ റോങ് സൈഡ് ചേർത്ത് വെച്ചിട്ട് വേസ്റ്റിൻ്റെ പോർഷനാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. സ്കേർട്ടിന് ചെറിയൊരു ഓപ്പണിംഗ് കൊടുക്കാൻ വേണ്ടി 3 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത് വരെ നമുക്ക് മെറ്റീരിയലും ലൈനിങ്ങും കൂടി യോജിപ്പിച്ച് എടുക്കാം. ഇല്ലെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പ് വരും ലൈനിങ്ങും മെറ്റീരിയലും തമ്മിൽ. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ അവിടെ ചേർത്ത് വെച്ച് തയ്ക്കുന്നത്. ഇപ്പോൾ 3 ഇഞ്ച് നമ്മൾ ഓപ്പണിംഗ് ആയി കൊടുത്തത് നമുക്ക് ചേഞ്ച് ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ 4 ഇഞ്ച് ആക്കാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ ഒരുപാട് കൂടാൻ പാടില്ല. ഇനി നമ്മൾ ഈ 3 ഇഞ്ച് ഓപ്പണിങ്ങിന് വേണ്ടി വിട്ടിട്ട് ബാക്കി ഭാഗം സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ മെറ്റീരിയലിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ആദ്യം നമ്മുടെ നല്ല മെറ്റീരിയലുകൾ ചേർത്തടിക്കുക, ശേഷം ലൈനിങ് മാത്രം ചേർത്തടിക്കുക. നമ്മൾ എ ലൈനിലും അതുപോലെ തന്നെ അംബർല ചുരിദാറിലൊക്കെ തയ്ക്കുന്ന പോലെ ലൈനിങ്ങും മെറ്റീരിയലും സെപ്പറേറ്റ് ആയിട്ട് തയ്ച്ചെടുക്കണം. അങ്ങനെ തയ്ക്കുമ്പോഴാണ് കൂടുതൽ കാണാൻ ഭംഗി. ഈ വീഡിയോ അത്യാവശ്യം ലോങ് ആയിരിക്കും കേട്ടോ. കാരണം നമ്മളൊരു സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ്ങിൽ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ലോങ്ങായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ സ്പീഡ് കൂട്ടിയിട്ട് കാണണം കേട്ടോ. പിന്നെ എല്ലാ വീഡിയോയിലും പറയണ പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോഴേ ഫിനിഷിങ് കിട്ടുള്ളൂ. പലപ്പോഴും പലരും സിംഗിളായിട്ട് സ്റ്റിച്ചിട്ട് പോകുന്നതാണ് കാണാറ്. പിന്നെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് സ്റ്റിച്ചിടുന്ന പലതും കണ്ടിട്ടുണ്ട്. പക്ഷെ പിന്നെ നമ്മളത് ചെയ്യില്ല. കൈയോടെ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഫിനിഷിങ് നമുക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ 2 സ്റ്റിച്ച് കൊടുക്കേണ്ട സ്ഥലത്ത് 2 സ്റ്റിച്ച് തന്നെ ഇട്ടിട്ട് പോകണം. അതല്ലാതെ ഇപ്പോൾ നമ്മൾ ഈ ഓപ്പണിങ്ങിലൊക്കെ ലൈനിങ്ങും മെറ്റീരിയലും കൂടി ചേർത്ത് വെച്ച് അടിക്കുന്നിടത്തൊക്കെ ഒറ്റ സ്റ്റിച്ച് ഇട്ടാൽ മതിയാവും. ബെൽറ്റ് കട്ടിങ് നമ്മൾ പാർട്ട് 1 ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ 2ഉം ലൈനിങ്ങും ഒക്കെ കൂട്ടി യോജിപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബെൽറ്റ് പോർഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഡൗട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് നോക്കാം. ബെൽറ്റിൻ്റെ കട്ടിങ് ഞാൻ പാർട്ട് 1 പറയാതിരുന്നതിന് കാരണം ഇത്രയും തയ്ച്ച ശേഷമാണ് ഞാൻ ബെൽറ്റ് കട്ട് ചെയ്യുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൾറെഡി നേരത്തെ തന്നെ കട്ട് ചെയ്ത് വയ്ക്കാം. പക്ഷേ എനിക്ക് കംഫർട്ടായിട്ട് തോന്നുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. കാരണം നമ്മൾ രണ്ട് സൈഡും കൂടി കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചിരുന്നു. അപ്പോൾ ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ ഒക്കെ അളവിൽ വ്യത്യാസം വരും. അപ്പോൾ അത്രയും കുറച്ച് വീണ്ടും നമ്മൾ വെട്ടിക്കളയേണ്ടി വരുമല്ലോ ബെൽറ്റ് എടുക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും തയ്ച്ചിട്ട് ബെൽറ്റ് കട്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞതിന് കാരണം. പിന്നെ ബിഗിനേഴ്സിനാവുമ്പോൾ കുറച്ചും കൂടി ഈ ഒരു ലെവലാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ പാവാട രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ് വേസ്റ്റ് പോർഷനിൽ. അതിൻ്റെ ലെങ്ത്താണ് നമ്മൾ എടുക്കുന്നത്. അത് നമ്മൾ എടുത്തപ്പോൾ 10 കിട്ടിയത്. ഇനി നിങ്ങൾക്ക് രണ്ടായിട്ട് അങ്ങനെ മടക്കിയിട്ടിട്ടല്ല, അതല്ലാതെ മൊത്തത്തിൽ നോക്കാനാണെങ്കിൽ ഒരു ലെയറിൽ ഒറ്റ ലെയറിലാണ് നോക്കേണ്ടതെങ്കിൽ അങ്ങനെ ചുറ്റുമുള്ള വണ്ണം നോക്കുക. അപ്പം നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 20. ബെൽറ്റ് കട്ട് ചെയ്യാൻ വേണ്ടി ക്ലോത്ത് രണ്ടായിട്ട് മടക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്കേർട്ടിൻ്റെ വേസ്റ്റ് പോർഷൻ അളന്ന് നോക്കിയപ്പോൾ 10 ഇഞ്ചാണ് കിട്ടിയത്. എന്ന് വെച്ചാൽ നമ്മൾ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുള്ള സ്കേർട്ട് വേസ്റ്റിൻ്റെ അളവ് നോക്കിയത് 10 കിട്ടിയത്. അപ്പോൾ നമുക്ക് ആ 10ഉം കൂടെ നമുക്ക് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പായിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അത് എക്സ്ട്രാ എന്തായാലും വരും. അപ്പം നമുക്കത് ബാലൻസ് വരുന്നത് ഒരു ഇഞ്ചോ ഒക്കെ ബാലൻസ് വരും. അപ്പം ഞാൻ അത് പിന്നീട് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ തീരെ കിട്ടിയില്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാവുമല്ലോ, വീണ്ടും ബാൻഡിന് പീസ് വെച്ച് യോജിപ്പിക്കണം. അപ്പോൾ നമുക്കൊരു 1.5 അല്ലെങ്കിൽ 1 ഇട്ട് കൊടുക്കാം. എക്സ്ട്രാ വരുന്നത് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്തു നിന്നാണ് 11.5 ഞാൻ അടയാളപ്പെടുത്തുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ബാൻഡിൻ്റെ വിഡ്ത്ത് എത്രയാണെന്നാണ് നോക്കണ്ടേ. അപ്പോൾ നമ്മൾ ഉള്ളിലും പുറത്തുമായിട്ട് 1/2 ഇഞ്ച് വീതം തയ്യൽ തുമ്പ് പോവും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കട്ടിങ്ങിൻ്റെ വീഡിയോയിൽ 1.5 നമ്മളുടെ ബാൻഡിൻ്റെ വീതി വരുന്നത്. അപ്പോൾ 1.5 ആകുമ്പോൾ അകത്തെ 1.5യും പുറത്തെ 1.5യും കൂടി 3 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഞാനത് ഇപ്പോൾ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പോൾ ഈ ഒരു കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് പറ കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ ബെൽറ്റും സ്കേർട്ട് പോർഷനുമാണ് ഇപ്പോൾ വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബെൽറ്റ് പോർഷനിൽ നമ്മളിപ്പോൾ തുണി രണ്ടായിട്ട് മടക്കിയിട്ടാണ് വച്ചിരിക്കുന്നത്. അപ്പോൾ ഫോൾഡഡ് പോർഷനിൽ നിന്ന് നമുക്ക് വേണ്ടത് എങ്ങനെയാണെന്ന് കണ്ടോ. ഞാൻ ആ ആരോ മാർക്ക് ഇടുന്നത് രണ്ടായിട്ട് മടക്കി വച്ചിരിക്കുകയാണ്. താഴേക്ക് നമ്മൾ ഒറ്റ ഫോൾഡിലാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. താഴേക്ക് നമ്മൾ ഒറ്റ ഫോൾഡിലാണ്, സൈഡിലേക്കാണ് രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുള്ള സ്കേർട്ടിൻ്റെ അരവണ്ണം 10 നമുക്ക് കിട്ടിയത്. ആ 10ഉം കൂടെ നമ്മളൊരു 1.5 കൂടി ആഡ് ചെയ്യുന്നുണ്ട് സീം എലമെൻറ്റ്സ് ആയിട്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ 11.5 ഇഞ്ചാണ് അവിടെ അടയാളപ്പെടുത്തേണ്ടത്. 1.5 കൂടുതലാണ് നമ്മൾ എടുക്കുന്നത്. തയ്ച്ചതിന് ശേഷം നമ്മൾ മാറ്റുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ വീതി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ വീതി വരുന്നത് നമ്മൾ പറഞ്ഞു 1.5 ഇഞ്ചാണ് നമ്മൾ വീതി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ 2 2.5 ഒക്കെ എടുക്കാം. കിഡ്സിൻ്റെയൊക്കെ പാവാടയ്ക്ക് 1 1.5 വരാറ്. അപ്പോൾ കുറച്ചുകൂടി വലിയ സൈസിൽ ചെയ്തെടുക്കുന്നതാണെങ്കിൽ നമുക്ക് 2 2.5 കൊടുക്കാം. മാക്സിമം പോയാൽ 2 നല്ലത്. ഒട്ടും ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ അത് അത്ര ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു ബാൻഡിൻ്റെ വിഡ്ത്ത് വരുന്നത് 1.5. പിന്നെ ഒരു 1.5 കൂടി വരും. ഒരു 1.5 കൂടി വരുന്നത് മടങ്ങി പോകുമല്ലോ അതിന്. പിന്നെ 2 ഭാഗത്തും
അതായത് പുറത്തും ഉള്ളിലും തയ്യൽ തുമ്പ് അര വച്ച് പോകും. അങ്ങനെ 2 അര. അപ്പം നമുക്ക് മൊത്തം 1 1 3 പ്ലസ് 1 4 കിട്ടുന്നത്. ക്ലിയർ ആയിട്ടുണ്ടോ എന്നറിയില്ല, ഒന്നുകൂടി ഞാൻ പറയാം. ബെൽറ്റ് കട്ട് ചെയ്യാൻ വേണ്ടി ക്ലോത്ത് 2ആയി മടക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ സ്കേർട്ടിൻ്റെ വേസ്റ്റ് പോർഷൻ അളന്ന് നോക്കിയപ്പോൾ 10 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. ഫോൾഡഡ് പാർട്ടിൽ നിന്നും 10 ഇഞ്ചും കൂടെ 1.5 ഇഞ്ചും തയ്യൽ തുമ്പും ചേർത്ത് 11.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. ലാസ്റ്റ് സ്റ്റിച്ചിങ് കഴിഞ്ഞ് ബാലൻസ് വരുന്ന പീസ് നമുക്ക് മുറിച്ച് മാറ്റാം കേട്ടോ. ഇനി ബെൽറ്റിൻ്റെ വീതി നമ്മൾ പറഞ്ഞു 1.5 ഇഞ്ചാണെന്ന്. അപ്പം ഞാൻ ജസ്റ്റ് ഇതിന് കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത ഒരു സ്കേർട്ട് കാണിക്കാം. കണ്ടോ, 1.5 ഇഞ്ചാണ് ബെൽറ്റിൻ്റെ 2 സൈഡും. അതായത് അകത്തും പുറത്തും 1.5 ഇഞ്ച് വീതം വരും. അപ്പം 3 ഇഞ്ച് കൂടെ 2 ഭാഗത്തേക്കുമായിട്ട് 1/2 ഇഞ്ച് വീതം തയ്യൽ തുമ്പും കൊടുക്കണം. അപ്പോൾ 3 + 1 4 ഇഞ്ചാണ് ബെൽറ്റിന് വീതി കൊടുക്കേണ്ടത് കട്ട് ചെയ്യുമ്പോൾ. മടക്കി തയ്ച്ച് വരുമ്പോൾ 1.5 ഇഞ്ച് വീതിയിൽ ഉള്ള ബെൽറ്റ് കിട്ടും. ഇനി നിങ്ങൾക്ക് ബെൽറ്റ് വിട്ടിൽ വ്യത്യാസം വരുത്തണമെങ്കിൽ 1.5 എന്നുള്ളത് ചേഞ്ച് ആക്കി ചെയ്താൽ മതിയാവും കേട്ടോ. മറ്റൊരു കാര്യം, 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് ക്ലോത്ത് ഫോൾഡ് ചെയ്യാതെയാണ്. ഈ പീസ് ക്ലോത്ത് വെച്ച് നമുക്ക് ലൈനിങ് കൂടി ഈ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ നല്ല തിക്കായിട്ടുള്ളതാണെങ്കിൽ നമുക്കിവിടെ ലൈനിങ് വെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ നൈസായിട്ടുള്ള മെറ്റീരിയലൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ലൈനിങ് ചേർക്കണം. പിന്നെ പൊതുവെ ബെൽറ്റിനെപ്പോഴും നല്ല കട്ടി ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴാണത് കാണാൻ ഫിനിഷിങ്ങോട് കൂടി കിട്ടുള്ളൂ. ഇനി ഈ ബാൻഡ് സ്കേർട്ടിൻ്റെ വേസ്റ്റ് പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ സ്കേർട്ടിൻ്റെ റോങ് സൈഡിലേക്കാണ് ബാൻഡിൻ്റെ റൈറ്റ് സൈഡ് ചേർത്ത് വെച്ച് അറ്റാച്ച് ചെയ്യുന്നത്. ഉള്ളിലേക്ക് മടക്കി തയ്ക്കാൻ വേണ്ടി 1/2 ഇഞ്ച് കൂടുതലിട്ട് വേണം ബാൻഡ് സ്കേർട്ടിലേക്ക് ചേർത്ത് വയ്ക്കാൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കുറച്ച് ബാൻഡിൽ എക്സ്ട്രാ വരുമെന്ന്. അത് നമുക്കിതാ ഈ ഒരു ടൈമിൽ കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പം നമ്മൾ സിംഗിൾ സ്റ്റിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത ഒരു സ്റ്റിച്ച് കൊടുക്കുന്നതിന് പകരം നമുക്ക് ബാൻഡിനെ പതിച്ച് തയ്ക്കാം. അപ്പോൾ 2 സ്റ്റിച്ചും കംപ്ലീറ്റ് ആയി കിട്ടും. ബാൻഡിൽ എക്സ്ട്രാ കൊടുത്തിരിക്കുന്ന 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ച് നമുക്ക് ബാൻഡിലൂടെ പതിച്ച് തയ്ച്ചെടുക്കാം. ശേഷം 1/2 ഇഞ്ച് ബാൻഡിൻ്റെ മുകളിൽ മടക്കി ബാൻഡ് ഫോൾഡ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കണം. ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ വേസ്റ്റ് ബാൻഡിൽ ചുളിവ് വരുന്നത് സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ വലിഞ്ഞു പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട്
വളരെ ശ്രദ്ധിച്ച് പതിയെ വലിച്ച് പിടിക്കാതെയൊക്കെ വേണം നമുക്കത് ചെയ്തെടുക്കാൻ. ഒരുപാട് നമ്മൾ വലിച്ച് പിടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്നത് ചുളുങ്ങി വരും. അതുപോലെ തന്നെ എന്താ പറയുക, ചുളിവും പിന്നെ വലിഞ്ഞിങ്ങനെ പോവും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പതിയെ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ മെയിൻ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ലൈനിങ്ങും മെറ്റീരിയലും അടിഭാഗത്ത് മടക്കി തയ്ക്കണം. അത് നമ്മൾ ഈ വീഡിയോയിൽ ചേർത്തിട്ടില്ല കേട്ടോ, കാരണം ഒത്തിരി ലോങ് ആയി പോകും. അപ്പോൾ അടിഭാഗം മടക്കി തയ്ക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. രണ്ട് ഭാഗമായിട്ട് രണ്ട് രീതിയിൽ മടക്കി തയ്ക്കാം. അപ്പോൾ ലൈനിങ് മടക്കി തയ്ക്കുന്ന ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ വലിഞ്ഞൊന്നും പോകാതെ എങ്ങനെ മടക്കി തയ്ക്കാം എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് റോൾ ഹെം ചെയ്യാം. ടങ്കീസ് ത്രെഡൊക്കെ ഇട്ടിട്ട് റോൾ ഹെം ചെയ്തെടുക്കാം. അതിൻ്റെയും ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. കാണാത്തവർ പോയി കാണുക, അല്ലെങ്കിൽ യൂസ്ഫുൾ ആണെങ്കിൽ പോയി കാണാം. കൂടാതെ ഈ സ്കേർട്ടിൻ്റെ ഓപ്പണിംഗ് പാർട്ടിൽ നമുക്ക് കുറച്ചുകൂടി ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഇൻവിസിബിൾ സിബൊക്കെ വേണമെങ്കിൽ വയ്ക്കാം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും ലിങ്കിൽ കൊടുക്കാം. അതിൻ്റെയും ലിങ്ക് നമ്മൾ കൊടുക്കാം കേട്ടോ. അതിൻ്റെ ലിങ്ക് ചേർത്തേക്കാം. പിന്നെ ഇനിയിപ്പോൾ അംബ്രല്ല സ്കേർട്ടല്ല, നിങ്ങൾക്ക് സെറ്റിൻ്റെ പട്ടുപാവാട പോലത്തെ പ്ലീറ്റഡ് ആയിട്ടുള്ള സ്കേർട്ടാണ് നിങ്ങൾക്ക് തയ്ക്കാൻ ഇഷ്ടമെങ്കിൽ അതിൻ്റെയും വീഡിയോ നമ്മളൊരു ട്യൂട്ടോറിയലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. ആവശ്യമുള്ളവർ പോയി കണ്ടു നോക്കൂ. കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ സ്കേർട്ടിന് കൊളുത്തൊക്കെയാണ് വച്ചിരിക്കുന്നത്. അതൊക്കെ നമ്മൾ വച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇടാനുള്ള ഒരു ഭാഗത്ത് നമ്മൾ അവിടെയും കൂടി ഒന്ന് കറക്റ്റാക്കി എടുക്കണ്ടേ. അപ്പോൾ അതിന് അതും കൂടി ചെയ്താലല്ലേ നമുക്ക് സ്കേർട്ട് സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് ഫുള്ളാവുള്ളൂ. അപ്പോൾ അതിന് ആക്ച്വൽ വേസ്റ്റ് റൗണ്ട് നമ്മൾ ഈ ഹുക്കിൻ്റെ പോർഷൻ തുടങ്ങിയിട്ട് മെഷർ ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ 18.5 ഇഞ്ചായിരുന്നു കറക്റ്റ് അരവണ്ണം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ കൊളുത്തിൻ്റെ അവിടെ നിന്നും മാർക്ക് ചെയ്തിട്ട് എടുക്കണം. അതിനുശേഷം ഒരു പീസ് ക്ലോത്ത് എടുത്തിട്ട് മടക്കി നമുക്ക് ആവശ്യമുള്ള, അപ്പോൾ നമ്മൾ ബാൻഡിന് എത്രയാണോ വീതി വെച്ചിരിക്കുന്നത് ആ വീതിയിൽ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. എടുക്കുമ്പോൾ കുറച്ച് കട്ടിയിൽ എടുക്കണം. തീരെ നൈസായി പോവാതെ കുറച്ച് കട്ടിയിൽ നമ്മളത് മടക്കി ഗ്യാപ്പിട്ട് മടക്കി തയ്ച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഒന്ന് മനസ്സിലാക്കി ചെയ്താൽ വളരെ സിമ്പിളായി ഒരു സ്കേർട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും.
വീണ്ടും പുതിയൊരു വീഡിയോ ആയി കാണാം ട്ടോ. പിന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ നമ്മളെ സബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ബൈ.